നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പെയിനിലെ കോപ്പ ഡെൽ റേ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരുന്നു. വമ്പന്മാരായ റയൽ മാഡ്രിഡ് പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്താവുകയായിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് 2-4 ഗോളുകൾക്ക് റയലിനെ പരാജയപ്പെടുത്തി. അങ്ങനെയാണ് റയലിന് CDRൽ നിന്നും ഇപ്പോൾ പുറത്തു പോവേണ്ടി വന്നിട്ടുള്ളത്. അതേസമയം അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ തന്നെ FC ബാഴ്സലോണയും ഒക്കെ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ക്വാർട്ടർ ഫൈനൽ ഫിക്സ്ചർ ഇപ്പോൾ ഇന്നലെ നറുക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. FC ബാഴ്സലോണയുടെ എതിരാളികൾ അത്ലറ്റിക് ക്ലബ്ബാണ്. ഒരു കടുത്ത പോരാട്ടം അവിടെ നടക്കും. ഒരു മത്സരം മാത്രമാണ് നടക്കുക. അതായത് ക്വാർട്ടർ ഫൈനലിന് ഒരു ലെഗ് മത്സരം മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ റയൽ സോസിഡാഡും RC സെൽറ്റയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്ന ജിറോണയുടെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് RCD മയോർക്കയാണ്. ഒരു മികച്ച മത്സരം നമുക്കവിടെ കാണാൻ കഴിയും. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരാളികൾ സെവിയ്യയാണ്. നമുക്കറിയാം, സെർജിയോ റാമോസിന്റെ ക്ലബ്ബാണ് സെവിയ്യ. അവിടെയും മികച്ച ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഫെബ്രുവരി 23, ഫെബ്രുവരി 25 എന്നീ തീയതികളിലായിക്കൊണ്ടാണ് കോപ്പ ഡെൽ റേയുടെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറുക. ഏതായാലും മികച്ച മത്സരങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.